ഹേ ഗായ്സ്, നമുക്കിന്ന് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ? അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ആദ്യം പോയത് ബ്രോഡ്വേയിലോട്ടായിരുന്നു. ഒരു ചെറിയ ബിസിനസ് എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു കടയിൽ തുണികളൊക്കെ തൂക്കിയാണ് കൊടുക്കുന്നത്. അടുത്ത് തന്നെയായിട്ട് ഒരു ഹോൾസെയിൽ കടയുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറിനുള്ള ബോക്സുകളെല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ജ്വല്ലറീസും അതിൻ്റെ റേറ്റും ആയിരുന്നു. എല്ലാം തന്നെ 10 രൂപ 20 രൂപ ആ റേഞ്ചിലേ വരുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ മേടിച്ചതാണ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കൊച്ചിൻ സമ്മർ കാർണിവലും നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് വന്ന് ചുറ്റിക്കറങ്ങി മറൈൻ ഡ്രൈവ് എല്ലാം കറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് ജെട്ടിയിൽ കയറി ഫോർട്ട് കൊച്ചിയിലോട്ടായിരുന്നു. പെർ ഹെഡ് ചാർജ് വരുന്നത് 6 രൂപയാണ്. അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ പോയത് ജൂത്ത് സ്ട്രീറ്റിലോട്ടായിരുന്നു. പണ്ടൊരു കാലത്ത് 100-ലേറെ ജൂത കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. അവരുടെ ചരിത്രങ്ങളും പ്രാധാന്യങ്ങളും എല്ലാം ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുള്ളതാണ് കേട്ടോ വലിയൊരു പ്രത്യേകത. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തത് ഞങ്ങൾ നേരെ പോയത് പയ്യന്നൂർ ഭഗവതി ക്ഷേത്രത്തിലോട്ടായിരുന്നു. ആ അമ്പലത്തിലും അതിനോട് ചേർന്ന് മട്ടാഞ്ചേരി പാലസും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് സമയം ഒത്തിരി വൈകിയതുകൊണ്ട് നേരെ വീട്ടിലേക്ക്.